Welcome to Maima's cooking class. ഇന്നത്തെ വീഡിയോയിൽ പഴപ്രഥമന്റെ റെസിപ്പി നമുക്ക് കാണാം. പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തക്കയാണ്. ഇതേപോലെ തൊലി കറുപ്പുള്ള ഏത്തക്ക ഒരു 5 എണ്ണം എടുത്തേക്കുന്നത് ഈ സൈസിൽ. ഏകദേശം ഒരു 550 ഗ്രാം വരും തൊലിയോടെ നോക്കുകയാണെങ്കിൽ. അത് ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് നമ്മൾ 3-ാം പാലിൽ വേവിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചെടുക്കാം. പഴം ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് 3-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പോളം 3-ാം പാലെടുത്ത് ഈ ഏത്തയ്ക്ക അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വേവിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇത് പ്യൂർ ചെയ്യാനായിട്ടാണ്, അതുകൊണ്ട് നന്നായിട്ട് വേവണം. പഴം ഇവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല മധുരം വേണ്ടിയവർക്കൊക്കെ ഒരു 400-500 ഗ്രാമൊക്കെ ചേർക്കാം. ഇതിലേക്ക് ശർക്കര അരിയാനും മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അലിയിച്ച് ഉരുക്കിയെടുക്കാം. ഇവിടെ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകി പനി പോലായി. ഇനി നമുക്കിത് അരിച്ച് വേണം പായസത്തിലേക്ക് ഒഴിക്കാനായിട്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഏത്തക്കയെല്ലാം നന്നായിട്ട് വെന്ത് ഉടയുന്നൊരു പരുവായി. ഇപ്പോൾ ഉള്ള ആ തേങ്ങാപ്പാലങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജായി ഞാൻ ഓഫ് ചെയ്യുവാണ്. നമുക്കിനി അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അല്ല എങ്കിൽ അങ്ങനെ അരയ്ക്കേണ്ട ചെറിയ ചെറിയ പീസ് നമുക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും ഉടച്ചെടുത്താലും മതി. ഞാനിത് അരച്ചെടുക്കും. ഓഫ് ചെയ്തിടാം. ഈ ചൂടാറിയ ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഏത്തക്കായി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വേവിച്ച് വെച്ചേക്കുന്ന പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പം ഉരുളി തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും ചുവട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം, ഹെവി ബോട്ടമായിട്ടുള്ള പാത്രം ഉപയോഗിക്കും. അപ്പോൾ ചൂടായ ഉരുളിയിലേക്ക് ഇടാം. ഇപ്പം പഴം ചേർത്ത് ഞാനൊരു ഏകദേശം 8 മിനിറ്റോളം വഴറ്റി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഒഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ ശർക്കരയ്ക്കകത്തുനിന്ന് ആ പാട പോലെ ഫോം ചെയ്യുന്ന അഴുക്കൊക്കെയാണ്, അതങ്ങ് റിമൂവ് ചെയ്യാം. അരിച്ച് ശർക്കര ഒഴിക്കാം. ഇനി ഈ പഴത്തിൻ്റെ മിക്സ്ചർ ഈ ശർക്കരക്കകത്ത് കിടന്ന് നന്നായിട്ട് വയലണം. അതുവരെ വഴറ്റിയെടുക്കാം. എപ്പോഴും പായസത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴറ്റലിലാണ്. അപ്പോൾ നന്നായിട്ട് ടൈം എടുത്ത് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരും. ഈ സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ ഈ സമയം ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ.
വീണ്ടും നന്നായിട്ട് വഴറ്റുക. അപ്പം നമ്മൾ പഴം വഴറ്റിയതൊക്കെ ഇതേപോലെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമ്മൾ പഴം പുഴുങ്ങിയതൊക്കെ ബാക്കി വരുമ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം. പഴം പുഴുങ്ങിയതെടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതേപോലെ ബാക്കിയുള്ള പ്രോസസ്സ് ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു തുടങ്ങി, പഴം നന്നായിട്ട് വഴറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് രണ്ടാം പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ഗ്രാജുവലി ചേർക്കുക. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ ശേഷം ബാക്കി ചേർക്കാം. ഇപ്പം 2 കപ്പ് രണ്ടാം പാല് നമ്മൾ ചേർത്തു. ഇപ്പം രണ്ടാം പാല് ചേർത്ത ശേഷം നമ്മളൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ഈ ഒരു തിക്നെസ് ആയി. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കണം. അപ്പം ട്രഡീഷണലി നമ്മൾ പഴപ്രഥമൻ ഉണ്ടാക്കുമ്പം സ്പൈസസ് ഒന്നും ഇടാതാണ് ഉണ്ടാക്കാറ്. ഞാൻ പക്ഷേ ഇച്ചിരി സ്പൈസസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം സ്പൈസസിന് വേണ്ടിയിട്ട് നമുക്ക് ചുക്കുപൊടി, ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ജീരകവും 1/4 ടീസ്പൂൺ. ഇത്രയും ഒന്നാം പാല് മൊത്തം നമ്മൾ എടുത്തേക്കുന്നത് 3/4 തൊട്ട് 1 കപ്പ് വരെ എടുക്കാം. ഞാൻ 1/4 ഭാഗം ഒന്നാം പാല് ഇത് മിക്സ് ചെയ്യുകയാണ്. ഒന്നാം പാല് 1 കപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഉരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് ചൂടായി കിടക്കുകയാണല്ലോ, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യേണ്ടി വരും. ഉരുളിയിലല്ല കുക്ക് ചെയ്യുന്നെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ചൂടായ നെയ്യിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഇതൊരു സ്മൂത്ത് പായസം ആയതുകൊണ്ട് കടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും തേങ്ങാക്കൊത്ത് വെച്ച് നന്നായിട്ട് ഇടുന്നതാണ് ഈ ഒരു പായസത്തിന് നല്ലത്. തേങ്ങായി നന്നായിട്ട് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ഇടാം. ഞാൻ പായസത്തിൽ ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർക്കും. എൻ്റെ മധുരം എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. അപ്പം എപ്പോഴും ഓർക്കുക, ഇരിക്കും തോറും തിക്കാവും. അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ പായസം എടുക്കാനായിട്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന പായസത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലിറ്റർ പായസമാണ് കിട്ടിയേക്കുന്നത്. അപ്പം അധികം മധുരം ഇല്ല, എന്നാൽ പാകത്തിന് മധുരമുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മൾ 1/2 കിലോ പഴത്തിന് 1/2 കിലോ തന്നെ ശർക്കര വേണമെങ്കിലും ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.